ഡോക്ടറെ, റമദാനാണ്. നമ്മൾ പല ആളുകളും പല തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, ആത്മീയമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ഓക്കെ. ഇപ്പോൾ നമുക്കിടയിൽ ഉള്ളതും എന്നാൽ പുറത്ത് പറയാത്തതുമായ ഒരു ബുദ്ധിമുട്ടാണ് വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി. ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ഈ റമദാനിലൂടെ മാറ്റം വരുത്തുകയും ഈ തൊട്ടടുത്ത വർഷം നമുക്ക് ഇൻഫെർട്ടിലിറ്റി അതിജീവിച്ച് ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കും? ഞാനെപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാറ്, റമദാന് ഏറ്റവും ബെസ്റ്റ് ടൈം വന്ധ്യത എന്ന് പറയുന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ബേസിക്കലി ഇപ്പോൾ ഫീമെയിൽ അല്ലെങ്കിൽ സ്ത്രീ വന്ധ്യത എടുക്കുകയാണെങ്കിൽ അതിൽ മെയിൻ കാരണമാണ് PCOS അല്ലെങ്കിൽ PCOD പോലത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നത്തിൽ പ്രധാനമായിട്ട് ഇവർ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം എന്താ വെച്ചാൽ, മെയിൽ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ശരീരത്തിൽ അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും വരും. അപ്പോൾ ഇൻസുലിൻ ഹൈ ആയിരിക്കും. ഈ ഇൻസുലിൻ്റെ ഒരളവ് ഒരു തോതിൽ കൂടുതൽ സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുമ്പോൾ അത് ഈ ആൻഡ്രോജൻ അല്ലെങ്കിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ എന്നുള്ള ഈ ഹോർമോണെ ഒരളവിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഓബ്വിയസ്ലി ഈ അണ്ടോൽപാദനത്തിനെ ബാധിക്കുകയും നല്ല അണ്ടം ഉൽപ്പാദിക്കാതിരിക്കുകയും അത് പിന്നെ കേടുവന്ന് പോകുന്ന ഒരു കണ്ടീഷനിലേക്കാണ് അധികം ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അധികം ഈ അന്നജങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണം കുറയ്ക്കുകയും അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും. അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഓബിയസ്ലി കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓവം പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ബേസിക്കായിട്ട് കോൺസെപ്റ്റ്. അപ്പോൾ നല്ല ഉഷാറായിട്ട് കൃത്യമായിട്ട് നോമ്പെടുത്താൽ തന്നെ നല്ല ഹെൽത്തി ഓവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മെയിൽ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ആണുങ്ങളുടെ വന്ധ്യതയുടെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇതിലും ഈ ഇൻസുലിന് ഭയങ്കര ഒരു എഫക്റ്റ് ഉണ്ട്. ഓവറായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റീവായിട്ടുള്ളൊരു ശരീരത്തിൽ സ്പേം കൗണ്ട് അല്ലെങ്കിൽ സ്പേം മോട്ടിലിറ്റിനെ അത് നന്നായിട്ട് ബാധിക്കും. മോട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബീജം സഞ്ചരിച്ച് എത്തേണ്ട സ്ഥലത്തേക്ക് മുഴുവൻ എത്തുന്നതിന് മുമ്പ് തന്നെ നശിച്ചു പോകും. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൗണ്ട് സാധാരണ ഒരു നോർമൽ കൗണ്ടിൻ്റെ താഴത്തേക്ക് പോരും ഈ ഇൻസുലിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ നന്നായിട്ട് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാരിൽ ഇത് ഒരു അളവിൽ കൂടുതൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൺട്രോൾ ആയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഫെർട്ടിലിറ്റി ഇഷ്യൂസിനൊക്കെ കൺട്രോൾ ചെയ്യുകയും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പേം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റിങ് അതിലൂടെ നല്ല ഹെൽത്തി സ്പേം വിത്ത് ഗുഡ് ക്വാളിറ്റി കൗണ്ട് വിത്ത് ഗുഡ് ക്വാളിറ്റി മോട്ടിലിറ്റി ഷേപ്പ് ഒക്കെ കൃത്യമായിട്ട് വരികയും ഒരു കൺസെപ്ഷന് നാച്ചുറൽ കൺസെപ്ഷന് അത് നന്നായിട്ട് സാധിക്കും സാർ.